മുതലപ്പുഴയിൽ 177 ബോട്ടുകൾ കായലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 50ഓളം തൊഴിലാളികളാണ് ഓരോ ബോട്ടിലുമുള്ളത്. ചെറുവള്ളങ്ങൾക്ക് മാത്രമാണ് നിലവിൽ പുറംകടലിലേക്ക് ഇറങ്ങാനാവുക. മണൽ നീക്കം വേഗത്തിലാക്കിയാൽ മാത്രമേ ബോട്ടുകൾക്ക് പുറംകടലിൽ ഇറങ്ങാനാകൂ. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ഈ മുതലപ്പുഴയിൽ 177 ബോട്ടുകൾ കായലിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. തൊഴിലാളികളും ഓരോ ബോട്ടിലുമുണ്ട്. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ഏത് തരത്തിലാണ് ഇത് കരയ്ക്കടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? സ്മൃതി, ഈ മുതലപ്പുഴയിൽ ഈ അഴിമുഖം പൂർണ്ണമായിട്ടും അടഞ്ഞ സമയത്ത് ഏറ്റവും ഒടുവിൽ അവസാനമായി എത്തിയത് 8 ബോട്ടുകളായിരുന്നു. അന്ന് ആ 8 ബോട്ടുകൾ തിരിച്ച് ഈ മുതലപ്പുഴയിലെ ഹാർബറിലേക്ക് കയറാൻ കഴിയാതെ തിരികെ മടങ്ങി കൊല്ലം തങ്കശ്ശേരിയിലേക്കാണ് അന്ന് പോയത്. അന്ന് മത്സ്യത്തൊഴിലാളികൾ, ഈ മുതലപ്പുഴയിൽ വരേണ്ട മത്സ്യത്തൊഴിലാളികൾ ചെന്നെത്തിയത് കൊല്ലത്ത് നിന്ന് ഇറങ്ങിയാണ്. തിരിച്ച് അവിടെ നിന്നും ബസ്സിൽ കയറിയാണ് തിരിച്ച് സ്വന്തം വീടുകളിലെത്തിയത്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബോട്ടുകൾക്ക്, പ്രധാനമായും വലിയ വള്ളങ്ങൾക്കാണ് ഇപ്പോൾ ഈ പുറംകടലിലേക്ക് പോകാനുള്ള ഒരു അസൗകര്യം മുതലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് 6 മീറ്റർ ആഴമുണ്ടായിരുന്ന ആ ഭാഗത്ത് 6 മീറ്റർ മണൽ കയറി കൂന പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും 8 മീറ്റർ ഉയരത്തിലേക്ക് മണൽ കയറിയിരിക്കുകയാണ്. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ മണൽ കയറുന്നതിന് ഒരു കുറവും വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 177 ബോട്ടുകൾ ഇപ്പോൾ ഈ മുതലപ്പുഴ ഹാർബറിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കഠിനകുളം കായലിലുമായിട്ട് കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 5000-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ, ഓരോ ബോട്ടിലും 50ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇവർക്ക് തിരികെ മടങ്ങിപ്പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മുതലപ്പുഴയെ സംബന്ധിച്ച് തമിഴ്നാടും അതുപോലെ തന്നെ കൊല്ലം തീരങ്ങളിലുള്ള, നീണ്ടകര അടക്കമുള്ള തീരങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊക്കെയും വളരെയധികം അനിശ്ചിതത്വത്തിലാണ്. നിലവിൽ ഒരു ബോട്ടിന് പുറംകടലിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നും കെട്ടിവലിച്ച് കൊണ്ടുപോകേണ്ടുന്ന ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം നിലവിലുണ്ട്. പക്ഷേ അത് ചെറുവള്ളങ്ങൾക്ക് മാത്രമാണ് നിലവിൽ പുറംകടലിലേക്ക് പണിക്ക് പോകാൻ കഴിയുന്നത്. എന്നിട്ടും പല വീടുകളും ഇപ്പോൾ പട്ടിണിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരിതത്തിലെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബവും വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പൂർണ്ണമായിട്ട് ഈ മണൽ നീക്കം തന്നെയാണ്. മണൽ നീക്കം വൈകും തോറും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പുറംകടലിൽ പണിക്ക് പോകാൻ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് കഴിയില്ല. എന്തായാലും വരുന്നത് ജൂൺ മാസം കഴിഞ്ഞാൽ വലിയൊരു സീസണാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ആശങ്കകളുണ്ട്. നിലവിൽ സർക്കാരിൻ്റെ മെല്ലപ്പോക്ക് അവരിൽ വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ വള്ളങ്ങൾക്കും ബോട്ടുകളും ഒക്കെ ഒട്ടനവധി ലോണുകളും അതുപോലെ തന്നെ വായ്പകളൊക്കെ എടുത്തുകൊണ്ടാണ് അവർ പുറംകടലിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വായ്പകളും അടയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ദിവസം പുറംകടലിലേക്ക് പണിക്ക് പോകുമ്പോൾ ഒരു സാധാരണഗതിയിൽ ഇത്ര കിലോമീറ്റർ പോയാൽ മത്സ്യം കിട്ടണമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കിലോമീറ്ററുകൾ താണ്ടിയാണ്, നിശ്ചയിച്ച കിലോമീറ്ററുകൾ താണ്ടിയാണ് മുന്നോട്ട് പോയാണ് മത്സ്യബന്ധനം കഴിഞ്ഞ് ഈ മുതലപ്പുഴ ഹാർബറിലേക്ക് മടങ്ങിയെത്തുന്നത്. അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ 2 ബോട്ടുകൾ ഈ മണൽക്കൂനയിൽ ഇടിച്ച് അപകടമുണ്ടാകുമ്പോഴാണ് മുതലപ്പുഴയിലെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പുറം ലോകം അറിയുന്നത്. അന്ന് അവസാനം മണലിൽ ഇടിച്ചു നിന്ന ബോട്ടിൽ 32 തൊഴിലാളികളുണ്ടായിരുന്നു. വലിയ ബോട്ടുകളെ സംബന്ധിച്ച് ഒരു ബോട്ടിൽ 50ഓളം വരുന്ന തൊഴിലാളികൾ പണിക്ക് പോകുന്ന ബോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 177 ബോട്ടുകൾ കുടുങ്ങിക്കിടക്കുമ്പോൾ ഏകദേശം 20 മുതൽ 50 വരെ വരുന്ന തൊഴിലാളികൾ പണി ചെയ്യുന്ന ഓരോ ബോട്ടുകളുമാണ് ഇപ്പോൾ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോട്ടുകളെ പുറംകടലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ചർച്ച നടക്കുകയാണ്. 2:30 മണിയോടുകൂടി തന്നെ ഈ സംയുക്ത സമരസമിതിയിലെ ഓരോ നേതാക്കളുമായി മന്ത്രിയും അതുപോലെ തന്നെ കളക്ടർ അടക്കമുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നു. അതിലൊരു അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അപ്പോഴും ആശങ്കയുണ്ട്. കാരണം ഇതൊരു ഒരു സാങ്കേതികമായ പ്രശ്നമാണ്. നിലവിലെ ഡ്രഡ്ജർ എന്ന് പറയുന്നത് പെട്ടെന്ന് ഈ മണൽ നീക്കം ചെയ്യാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുന്നത് ഓരോ മത്സ്യത്തൊഴിലാളിയെയും കണ്ണിൽ പൊടിയിടുന്ന ഒരു നീക്കമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ 2 മാസം കൊണ്ട് പോലും ഈ മണൽ നീക്കം ചെയ്യാൻ കഴിയൂ. സ്മൃതി, ശരി. മുതലപ്പുഴയിൽ ബോട്ടുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അരുൺ സോളമൻ പങ്കുവയ്ക്കുന്നത്.